അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യൂണിറ്റ് 7 ചേഞ്ചസ് wrought ബൈ അയൺ, ഇരുമ്പൊരുക്കിയ മാറ്റങ്ങൾ. ഇവിടെ ഇന്ത്യയുടെ ഭൂപടം നിരീക്ഷിക്കൂ. നിങ്ങൾക്ക് എന്തെല്ലാം കാണുന്നുണ്ട്? നദികളാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് ഓരോ നദിയും ഏത് ഭാഗത്താണ് എന്നത് മനസ്സിലാക്കുന്നതിന് നമുക്ക് ദിശ അറിയണം അല്ലെ, ഡയറക്ഷൻസ്. പടിഞ്ഞാറ്, വടക്ക്, കിഴക്ക്, തെക്ക്, വെസ്റ്റ്, നോർത്ത്, ഈസ്റ്റ്, സൗത്ത്. ഇനിയിപ്പോ പടിഞ്ഞാറിന്റെയും വടക്കിന്റെയും ഇടയിൽ നമ്മൾ വടക്ക് പടിഞ്ഞാറ്, നോർത്ത് വെസ്റ്റ് എന്ന് പറയും. നോർത്തിന്റെയും ഈസ്റ്റിന്റെയും ഇടക്ക് നമ്മൾ നോർത്ത് ഈസ്റ്റ്, വടക്ക് കിഴക്ക്. ഇനി കിഴക്കിന്റെയും തെക്കിന്റെയും ഇടയില് തെക്ക് കിഴക്ക്, സൗത്ത് ഈസ്റ്റ്. പടിഞ്ഞാറിന്റെയും തെക്കിന്റെയും ഇടക്ക് തെക്ക് പടിഞ്ഞാറ്, സൗത്ത് വെസ്റ്റ്. ഇനി അവിടെയുള്ള നദികൾ നമുക്കപ്പോ ഭൂപടത്തിൽ നോക്കിയാൽ മനസ്സിലാവും. ഈ ഭൂപടത്തിൽ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് പ്രദേശത്തുള്ള നദികൾ ഏതെല്ലാമാണ്? Which among these rivers flow through the northwest region of India? സിന്ധു, രവി, ജലം, സത്ലജ്, ചിനാബ്, ബിയാസ്. ഇവയിൽ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് പ്രദേശത്തുള്ളവ ഏതെല്ലാമാണ്? സിന്ധുവും അതിന്റെ പോഷക നദികളുമാണവ. നമ്മൾ മുൻപ് ചർച്ച ചെയ്ത ഹരപ്പൻ സംസ്കാരം വളർന്നു വന്നത് ഈ നദീതടങ്ങളിലായിരുന്നു. ഏകദേശം 3500 വർഷങ്ങൾക്ക് മുൻപ് ആര്യന്മാർ എന്നറിയപ്പെടുന്ന ഒരു ജനവിഭാഗം ഈ പ്രദേശത്തേക്ക് കുടിയേറി. വേദങ്ങളിൽ നിന്നാണ് ഇവരെ കുറിച്ച് വിവരം ലഭിക്കുന്നത്. വേദഭാഷ സംസ്കൃതമായിരുന്നു. വേദങ്ങൾ വാമൊഴിയായാണ് ആദ്യകാലങ്ങളിൽ പ്രചരിച്ചിരുന്നത്. വേദങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന മനുഷ്യ ജീവിതം നിലനിന്നിരുന്ന കാലം വേദകാലം എന്നറിയപ്പെടുന്നു. വേദകാലത്തെ കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ ചാർട്ട് ശ്രദ്ധിക്കൂ. Which among them flow through the northwest region of India? They are the river Indus and its tributaries. The Harappan civilization that we discussed earlier had flourished along these river basins. Around 3500 years ago, a group of people, namely Aryans, migrated to this region. The Vedas provide us information about them. The Vedas are composed in Sanskrit language. In the earlier period, the Vedas were passed orally from generation to generation. The period during which the human life as depicted in the Vedas existed is known as the Vedic period. എന്താണ് വേദകാലം? വേദങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന മനുഷ്യ ജീവിതം നിലനിന്നിരുന്ന കാലം വേദകാലം എന്നറിയപ്പെടുന്നു. The period during which the human life as depicted in the Vedas existed is known as the Vedic period. ഏകദേശം 3500 വർഷങ്ങൾക്ക് മുൻപ് സിന്ധു നദീതട പ്രദേശത്തേക്ക് കുടിയേറി പാർത്ത ജനവിഭാഗം ആര്യന്മാർ. Name the group of people who were migrated to the Indus Valley region around 3500 years ago. Aryans. ആ കാലഘട്ടം അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? വേദകാലം. That period is known as Vedic period. വേദകാലം 1500-600 BC. ഋഗ്വേദകാലം 1500-1000 BC. ഋഗ്വേദം. പിൽക്കാല വേദകാലം 1000-600 BC. സാമവേദം, അഥർവവേദം, യജുർവേദം. എന്തെല്ലാം വിവരങ്ങളാണ് ഈ ചാർട്ടിൽ നിന്ന് ലഭിക്കുന്നത്? BC 1500 മുതൽ BC 600 വരെയുള്ള കാലമാണ് വേദകാലം. വേദകാലത്തെ ഋഗ്വേദകാലം, പിൽക്കാല വേദകാലം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ആദ്യം രചിച്ച വേദം ഋഗ്വേദമാണ്. ഋഗ്വേദത്തിൽ പരാമർശിച്ചിരിക്കുന്ന ജീവിതം നിലനിന്ന കാലം ഋഗ്വേദകാലം എന്ന് അറിയപ്പെടുന്നു. BC 1500 മുതൽ BC 1000 വരെയുള്ള കാലമാണ് ഋഗ്വേദകാലം. സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിവയിൽ പരാമർശിക്കുന്ന ജീവിതം നിലനിന്നിരുന്ന കാലം പിൽക്കാല വേദകാലം എന്നറിയപ്പെടുന്നു. BC 1000 മുതൽ BC 600 വരെയുള്ള കാലമാണ് പിൽക്കാല വേദകാലം. വേദിക് പീരീഡ് 1500 and 600 BC. Rigvedic period 1500 to 1000 BC. Rigveda. Later Vedic period 1000 and 600 BC. Samaveda, Atharvaveda, Yajurveda. What information do you
obtained from the chart. The period between 1500 BC and 600 BC is known as the Vedic period. Vedic period is divided as Rigvedic period and later Vedic period. Rigveda is the earliest among the Vedas. The period of human life described in the Rigveda is known as the Rigvedic period. The Rigvedic period. The period between 1500 BC and 1000 BC is known as the Rigvedic period. The period of human life described in the Samaveda, Yajurveda and other Veda is known as the later Vedic period. The period between 1000 BC and 600 BC is known as the later Vedic period. ഋഗ്വേദകാലത്തെ സമ്പത്ത് കന്നുകാലികളായിരുന്നു. ജനങ്ങളുടെ പ്രധാന തൊഴിൽ കന്നുകാലി വളർത്തലായിരുന്നു. Cattle were considered as the most important form of wealth during the Rigvedic period. The main occupation was cattle rearing. അവരുടെ പ്രധാന കാർഷിക വിള ബാർലി ആയിരുന്നു. Their main crops was barley. കാലികളെ മേച്ചു നടന്ന ആര്യന്മാരുടെ കൂട്ടം ഗോത്രം എന്ന് അറിയപ്പെട്ടു. The group of Aryans who reared cattle were known as tribes. ഓരോ ഗോത്രത്തിന്റെയും തലവൻ രാജൻ എന്ന് അറിയപ്പെട്ടു. The chieftain of each tribe was known as രാജൻ. കീഴടക്കപ്പെട്ടവർ ദാസന്മാരെന്നും ദസ്യക്കുകൾ എന്നും അറിയപ്പെട്ടു. The subjugated people were known as dasas or dasyus. ജനങ്ങളുടെ പ്രധാന ആരാധനാമൂർത്തികൾ. ഋഗ്വേദകാലത്തെ ജനങ്ങൾ ഇന്ദ്രൻ, വരുണൻ, അഗ്നി എന്നീ ദേവന്മാരെയും അതിഥി, ഉഷസ് തുടങ്ങിയ ദേവതമാരെയും ആരാധിച്ചിരുന്നു. Idols worshipped by the people. During the Rigvedic period, people worshipped the gods such as Indra, Varuna and Agni and goddesses such as Aditi and Ushas. തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഋഗ്വേദകാല ജീവിതത്തെ ഹരപ്പയിലെ ജീവിതവുമായി താരതമ്യം ചെയ്ത് പട്ടിക പൂർത്തിയാക്കുക. ഹരപ്പൻ സംസ്കാരത്ത് ഉപകരണങ്ങൾ ചെമ്പുകൊണ്ടും വെങ്കലം കൊണ്ടും ഉണ്ടാക്കിയവയായിരുന്നു. മുഖ്യ തൊഴിൽ എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. മറ്റു തൊഴിലുകളെ ഇഷ്ടിക നിർമ്മാണം, മൺപാത്ര നിർമ്മാണം, ആഭരണ നിർമ്മാണം, തുണി, നെയ്ത്ത്, കച്ചവടം. ഋഗ്വേദകാലത്ത് ചെമ്പ്, വെങ്കലം കൊണ്ടുണ്ടാക്കിയവ ആയിരുന്നു ഉപകരണങ്ങൾ. മുഖ്യ തൊഴിൽ കന്നുകാലി വളർത്തലായിരുന്നു. മറ്റു തൊഴിലുകൾ കൃഷിയായിരുന്നു. Compare the social life of Rigvedic period with that of the Harappa based on the indicators. Harappan civilization tools made with copper and bronze. Major occupation agriculture. Other occupation bricks making, pottery making, jewelry making, weaving and trade. Rigvedic period made with copper, bronze, cattle rearing is the major occupation and other occupation agriculture. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് തന്നിട്ടുള്ളത്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്